സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ KL Sensei. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുകയാണ് ഗോജോ വേഴ്സസ് സുക്കുന. ഇപ്പം മാങ്കയിൽ ഭയങ്കര ഹൈപ്പപ്പ് ആയിട്ടുള്ള മൂമെൻറ്റിലാണ് കാരണം സുക്കുന വേഴ്സസ് ഗോജോ ഫൈറ്റ് ഇസ് ഗോയിങ് ഓൺ. എല്ലാവർക്കും പിന്നെ വാർണിംഗ് ഉണ്ട്, ഈ വീഡിയോയിൽ ഫുള്ള് സ്പോയിലേഴ്സ് ആണ്. അപ്പോൾ കാണുന്നവർക്ക് മാത്രം കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ഇപ്പോഴേ ടാറ്റ ബൈ ബൈ. അപ്പോൾ ഈ വീഡിയോ പാർട്ട് 1 ആയിരിക്കും, കാരണം ഇതുവരെ മാങ്കയിൽ മൊത്തം ഫൈറ്റ് കഴിഞ്ഞിട്ടില്ല, ഇതുവരെ ഫൈറ്റ് തീർന്നിട്ടില്ല. മാങ്ക ബ്രേക്കിലൊക്കെ പോയതുകൊണ്ട് നമുക്ക് ഇതുവരെ ഫൈറ്റിൽ കൺക്ലൂഷൻ കിട്ടിയിട്ടില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഡൗൺ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഗോജോ വേഴ്സസ് സുക്കുനയുടെ ഫൈറ്റ് മൊത്തം മനസ്സിലാക്കാനായിട്ട് കുറച്ച് കാലം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഈ ഷിബുയ ആർക്കിൽ നമ്മുടെ സ്യൂഡോ ഗെട്ടോ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മുടെ ഗോജോ സെൻസേനെ പ്രിസൺ റെയിമിൽ ട്രാപ്പ് ചെയ്യും. ഓൾമോസ്റ്റ് 1991 ചാപ്റ്ററിലങ്ങാണ്ടാണ് നമ്മുടെ ഗോജോ സെൻസെ ഈ പ്രിസൺ റെയിം എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രാപ്പായി പോണേ. അത് കഴിഞ്ഞ് കുറെ കളിങ് ഗെയിം എന്ന് പറഞ്ഞ ഒരു ആർക്ക് വരും. അത് കഴിഞ്ഞാണ് നമ്മുടെ ഗോജോ വേഴ്സസ് സുക്കുന ഫൈറ്റ് നടക്കണേ. അതിൻ്റെ അകത്ത് കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ ക്യാരക്ടർ യൂജി ഇട്ടാദോറി എന്ന് പറഞ്ഞ ആ പുള്ളിയുടെ അടുത്തായിരുന്നു നമ്മുടെ സുക്കുന. പക്ഷെ അവൻ ബോഡി മാറി ഇപ്പം മെഗുമി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ അകത്താണ്. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും നമ്മുടെ ഗോജോ സെൻസെ സുഖമായിട്ട് സുക്കുനെ ഡിഫീറ്റ് ചെയ്യും, അത് നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ കാര്യങ്ങൾ. സുക്കുന കൺട്രോൾ ചെയ്യുന്ന ബോഡി മെഗുമിയുടെയാണ്. അപ്പം എല്ലാവർക്കും അറിയാം, അവൻ നേരത്തെ മെഗുമിയുടെ അകത്ത് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അവൻ്റെ അകത്തല്ല, അവൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഷാഡോ ടെക്നിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഈ 10 ഷാഡോ ടെക്നിക്കിൽ എന്താ ഇത്ര സ്പെഷ്യൽ? അപ്പോൾ അത് സ്പെഷ്യലാണ് ബ്രോ, കാരണം അതിനകത്തുള്ളത് മാഹോറാഗ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് വേറെ ഒരു വീഡിയോ തന്നെ ഡെഡിക്കേറ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ചുരുക്ക ഇത്ര പറയുള്ളൂ, മഹോറാഗിനെ ചെറുതാക്കി കാണില്ല, ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ സുക്കുന, അവൻ്റെ 19 ഫിംഗേഴ്സ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് അവൻ ഓൾമോസ്റ്റ് അവൻ്റെ ഫുൾ പവറിലാണ് ഫൈറ്റ് ചെയ്യണത്. ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 10 ഷാഡോ ടെക്നിക്സും സുക്കുനെ ഈ പ്രാവശ്യം ചെറുതാക്കി ഒരിക്കലും കാണില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് സുക്കുന വേഴ്സസ് ഗോജോ ഫൈറ്റിലേക്ക് കിടക്കാം. അപ്പം ഗോജോ സെൻസെ പ്രിസൺ റെയിമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സുക്കുനെ പോയി കൺഫ്രണ്ട് ചെയ്യും. നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറയാനില്ലല്ലോ, സുക്കുന ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ എല്ലാവരും കാത്തു നിൽക്കണ ആ ദിവസം വരും. ഗോജോ സെൻസെ വേഴ്സസ് സുക്കുന കാണാൻ വേണ്ടി എല്ലാവരും ജുജുത്സു കൈസനിലുള്ള എല്ലാവരും ആ മാച്ച് അവിടെ കാണാനായിട്ട് നിൽക്കും. പിന്നെ എന്താ, നമ്മുടെ ഗോജോ സെൻസെയും സുക്കുന അപ്പുറത്ത് നിന്നിട്ട് ഗോജോ സെൻസെ സ്റ്റാർട്ട് ചെയ്യും ഹോളോ പർപ്പിൾ. ഈ മൂവ് സുക്കുനയ്ക്ക് ഇടിക്കുമ്പോൾ തന്നെ അവൻ 4-5 ബിൽഡിംഗ് ബ്രേക്ക് ചെയ്ത് അപ്പുറത്ത് പോയി വീഴും. കുറേ ബിൽഡിംഗ് നശിപ്പിച്ചു, അതല്ലാണ്ട് സുക്കുനയ്ക്ക് വേറെ ഒന്നും പറ്റിയില്ല. സുക്കുനയാണ് ഗൈസ്, ഞാൻ പറഞ്ഞു, അവൻ ഭയങ്കര പവർഫുൾ ആയിട്ട് അതിരിച്ച് വന്നേക്കണേ. അപ്പോൾ നമ്മുടെ സുക്കുനയാണ് ഗോജോയോട് പറയും, നീ ഓരോ മീനെ പോലെയാ, നീ എത്ര പഠിച്ചാലും നീ എൻ്റെ കൈ കൊണ്ട് ചാവുന്നു. അപ്പോൾ നമ്മുടെ ഗോജോ സെൻസ് അവനോട് തിരിച്ചു പറയും, നീ മെഗുമിയുടെ ബോഡി കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ നിന്നെ ഇടിക്കില്ലെന്ന് നിന്റെ തെറ്റിദ്ധാരണയാണ്. നിന്നെപ്പോലെ ഒരുത്തനെ ഞാൻ നേരത്തെയും കൊന്നിട്ടുണ്ട്. ഈ ആനിമെ കണ്ടവർക്ക് അറിയാം അവൻ ആരെ പറ്റിയാ പറയണേ, ടോജി. പിന്നെ നമ്മുടെ ഗോജോ സെൻസയും സുക്കുനയും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് നല്ല ഇതിക്ക് രണ്ടുപേരും ഇങ്ങോട്ടും ഇടിക്കും. പക്ഷേ നമ്മുടെ ഗോജോ സെൻസെ വാസ് ലിറ്റിൽ ബെറ്റർ. ആ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൻ്റെ അകത്ത് ആ സിറ്റി മൊത്തം ഡിസ്ട്രോയ് ആയി. ഭയങ്കര പവർഫുൾ ആയിരുന്നു അതിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, നമ്മുടെ സുക്കുനയ്ക്ക് എങ്ങനെയാണ് ഗോജോ സെൻസിനെ തൊടാൻ പറ്റണേന്ന്. അവൻ്റെ കയ്യിൽ ഇൻഫിനിറ്റി വോയിഡ് ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെ അവൻ തൊടണേന്ന്. അപ്പം നമ്മുടെ സുക്കുനയുടെ അടുത്ത് ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അവൻ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഏത് കഴ്സ് ടെക്നിക്ക് ആണെങ്കിലും അവനെ അത് നള്ളിഫൈ ചെയ്യാൻ പറ്റണ ഒരു കഴിവാണത്. ബട്ട് അത് യൂസ് ചെയ്യുമ്പോൾ അവന് വേറെ ടെക്നിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണേ ഗോജോ സെൻസയും സുക്കുന എപ്പോഴാണ് ഡൊമൈൻ എക്സ്പാൻഷൻ യൂസ് ചെയ്യണേന്ന്. ഡൊമൈൻ എക്സ്പാൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സുക്കുനയുടെ അടുത്ത് മാൽവുലേറ്റ് ഷ്രൈൻ എന്ന് പറഞ്ഞ ഒരു ഡൊമൈനാണ്. പിന്നെ നമ്മുടെ ഗോജോ സെൻസിയുടെ അടുത്ത് അൾട്ടിമേറ്റ് വോയിഡ്. നമ്മുടെ ഗോജോ യൂസ് ചെയ്യുന്ന ഒരു ബാരിയർ ടൈപ്പ് ഡൊമൈൻ എക്സ്പാൻഷനാണ്. പിന്നെ നമ്മുടെ സുക്കുന യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ ഡൊമൈനാണ്. അപ്പം നമ്മുടെ സുക്കുനയുടെ ഡൊമൈൻ ഇച്ചിരി ട്രിക്കിയാണ്. അത് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ നമ്മളൊരു കുപ്പിയിലല്ല സ്റ്റോർ ചെയ്യണേ, ആ മാതിരി ഫീലിംഗ് ആണ്. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ ഇമ്പോസിബിൾ ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ നമ്മുടെ സുക്കുന ഇങ്ങനെയാണ്, വെറുതെ അല്ല അവനെ കിങ് ഓഫ് കർസ് എന്ന് പറയണത്. അപ്പോൾ ഈ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗോജോ സെൻസിനെ പറ്റി പറയണത് 6 എബിലിറ്റീസ് ഭയങ്കരമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണതെന്ന്. കാരണം ഗോജോ സെൻസയും സുക്കുനയും അവരുടെ അടുത്ത് ഒരു കഴ്സ് ടെക്നിക് അൺലിമിറ്റഡ് ആണ്, അവർക്ക് ഒരിക്കലും തീരൂല എന്നാണ് പറയണത്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ യൂട്ട പറയും, ഗോജോ സെൻസിനേക്കാളും കൂടുതൽ കഴ്സ് എനർജി എൻ്റെ കയ്യിലുണ്ട്, എന്നെക്കാളും കൂടുതൽ കഴ്സ് എനർജി സുക്കുനയുടെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ഈ കഴ്സ് എനർജി തീരുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വെറുതെ ഡൗട്ട് അടിക്കണ്ട. ഈ ഫൈറ്റ് കുറേ നേരം നീണ്ടിക്കൊണ്ടിരിക്കും എന്ന് അവൻ പറഞ്ഞു. ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗോജോ സെൻസെ സുക്കുന ഒരുമിച്ച് ഡൊമൈൻ എക്സ്പാൻഷൻ വിളിക്കും. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ ഡൊമൈൻ ഫൈറ്റാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ രണ്ടുപേരും ഡൊമൈൻ വിളിക്കുമ്പോൾ രണ്ടുപേരുടെ ഡൊമൈൻ ഇങ്ങോട്ടും ക്ലാഷ് ചെയ്തിട്ട് രണ്ടും ക്യാൻസലാവും. ഇനി കാണാനുള്ള എന്താണെന്ന് വെച്ചാൽ ആരുടെ ഡൊമൈനാണ്
കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഏറ്റവും ലാസ്റ്റിൽ. നമ്മുടെ സുക്കുനയുടെ ഓപ്പൺ ഡൊമൈൻ ആയതുകൊണ്ട് നമ്മുടെ ഗോജോ സെൻസയുടെ ബാരിയർ പുറത്തുനിന്ന് അവൻ പൊട്ടിച്ചു. സുക്കുന ആ ബാരിയർ പുറത്തുനിന്ന് ബ്രേക്ക് ആക്കിയപ്പോൾ തന്നെ നമ്മുടെ ഗോജോ സെൻസറെ എടുത്ത് നല്ല രീതിക്ക് സുക്കുന പെരുമാറി, നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു, നല്ല രീതിക്ക് ലീത്തൽ ബ്ലോസ് എല്ലാം കൊടുത്തു. പിന്നെ നമ്മുടെ ഗോജോ സെൻസ എങ്ങനെയൊക്കെ കുറച്ച് ബാക്ക് ഓഫ് ആയിട്ട് റിവേഴ്സ് കസ് ടെക്നിക് യൂസ് ചെയ്ത് ഗോജോ സെൻസ സ്വന്തം ബോഡിനെ ഹീൽ ചെയ്യും. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, നമ്മുടെ ബാരിയർ പെട്ടെന്ന് പൊട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഇന്നേറ്റ് ടെക്നിക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. ഒരു 5-10 സെക്കൻഡിന് വേണ്ടി നമുക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല നമ്മുടെ വേറെ ഒരു ടെക്നിക്കും. അപ്പം നമ്മുടെ ഗോജോ സെൻസ ഇപ്പം സുക്കുനയുടെ ഡൊമൈൻ്റെ അകത്താണ്. അപ്പം എല്ലാവരും വിചാരിക്കും അവൻ എന്താ ഓടാത്ത, അങ്ങനെ ഓടാൻ പറ്റില്ല, അതൊരു ഓപ്പൺ ഡൊമൈനാണ്. അതല്ലാണ്ട് നമ്മുടെ സുക്കുനയും ഭയങ്കര ഫാസ്റ്റാണ്. അപ്പം ആ 5-10 സെക്കൻഡിൽ നമ്മുടെ സുക്കുന അവനെ നല്ല രീതിക്ക് ഹർട്ട് ചെയ്യാൻ നോക്കും, നല്ല രീതിക്ക് ഇടിക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ ഗോജോ സെൻസ റിവേഴ്സ് കസ് ടെക്നിക് യൂസ് ചെയ്തുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഗോജോ സെൻസ എത്ര സ്ട്രോങ് ആണെന്ന്. സുക്കുനയുടെ ഡൊമൈൻ്റെ അകത്ത് കയറിയിട്ട് ഇടിയും മേടിച്ചിട്ട് റിവേഴ്സ് കസ് ടെക്നിക് ഹീൽ ആക്കിയിട്ട് അപ്പം തന്നെ പുള്ളി ഫൈറ്റ് ബാക്ക് ചെയ്യുക. സുക്കുന ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഗോജോ സെൻസ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവനാണ് സിമ്പിൾ ഡൊമൈൻ, ഒരു സാധാ ഡൊമൈൻ യൂസ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മുടെ സുക്കുനയുടെ ഇടി കൊണ്ട് രക്ഷപ്പെടും. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഷോക്കായി, എന്തിനാ ഗോജോ സെൻസ സിമ്പിൾ ഡൊമൈൻ യൂസ് ചെയ്തത്, ഇനി അവൻ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവൻ സിമ്പിൾ ഡൊമൈൻ യൂസ് ചെയ്തെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ ആ സിമ്പിൾ ഡൊമൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോജോ സെൻസ എന്താ ചെയ്യാൻ പോണത്? കാരണം സുക്കുന ഇതുവരെ വെയിറ്റ് ചെയ്യുവാണ്, ഒരു 5-10 സെക്കൻഡ് മതി. അപ്പോൾ സിമ്പിൾ ഡൊമൈൻ മാറുമ്പോൾ നമ്മൾ കാണുന്നത് ഗോജോ സെൻസ ഇതുവരെ ഹീൽ ചെയ്തിട്ടില്ല, മുഖത്ത് മൊത്തം പാട് സീനായിട്ട് ചോറൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് അടിക്കും ഗോജോ സെൻസയുടെ കേഴ്സ് എനർജി തീരുന്നോന്ന്. ഇനി ഗോജോ സെൻസ ഈ ഫൈറ്റിൽ ലൂസ് ചെയ്യുമോ തോക്കുമോ എന്നുള്ള പേടി എല്ലാവർക്കും വന്ന്. ബട്ട് ദ ഗോജോ സെൻസ ഇസ് ദ ചോസൺ വൺ. ഗോജോ സെൻസ നേരെ പോയി സുക്കുനയുടെ മടിയിൽ പോയി ഇരുന്നിട്ട് റിവേഴ്സ് റെഡ് കേഴ്സ് എനർജി യൂസ് ചെയ്തിട്ട് സുക്കുനയ്ക്ക് നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കും. അത് കാരണം സുക്കുനയുടെ ഡൊമൈൻ എക്സ്പാൻഷൻ ബ്രേക്ക് ആവും. ഈ ഡൊമൈൻ ബ്രേക്ക് ആകുമ്പോൾ തന്നെ അപ്പുറത്തിപ്പുറത്ത് രണ്ടുപേരും നിന്നിട്ട് വീണ്ടും ഡൊമൈൻ എക്സ്പാൻഷൻ കോൾ ഔട്ട് ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ ഗോജോ സെൻസ നല്ല രീതിക്ക് ബുദ്ധി ഉപയോഗിച്ചു. ബേസിക്കലി ഒരു ഡൊമൈൻ ബാരിയർ എത്രയും സ്ട്രോങ് അകത്തുനിന്നാണോ അത്രയും വീക്ക് ആയിരിക്കും അത് പുറത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഗോജോ സെൻസ പുറത്തുനിന്ന് അത് ഭയങ്കര സ്ട്രോങ് ആക്കിയിട്ട് അകത്തുനിന്ന് ഇച്ചിരി വീക്കാക്കി. അപ്പോൾ 2 പേരുടെ ഡൊമൈൻ തമ്മിൽ നല്ല ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് 2 പേരും വീണ്ടും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിലേക്ക് വന്നു. അത് കഴിഞ്ഞ് 2 പേരും പഞ്ചസ് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോജോ ഒരു കാര്യം നോട്ടീസ് ചെയ്യും, സുക്കുണയാണെങ്കിൽ ഡൊമൈൻ എക്സ്പാൻഷൻ്റെ കൂടെ ഡൊമൈൻ ആംപ്ലിഫിക്കേഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഗൈസ് അതൊരു ചെറിയ കാര്യമല്ല, കാരണം 2 സമയത്ത് 2 കേഴ്സ് എനർജി അവൻ യൂസ് ചെയ്യണേ. അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൊമൈൻ എക്സ്പാൻഷൻ ചെയ്യാൻ തന്നെ കുറേ കേഴ്സ് എനർജി വേണ്ടി വരും. പിന്നെ ഗോജോ സെൻസയുടെ കൂടെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ചെയ്യണമെങ്കിൽ അവന് ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ എന്തായാലും വേണം, ഇല്ലെങ്കിൽ അവന് ഗോജോ സെൻസയെ തൊടാൻ പോലും പറ്റൂല. അപ്പോൾ ഈ 2 എബിലിറ്റി ഒരുമിച്ച് യൂസ് ചെയ്യണ സുക്കുണേനെ ചെറുതായി കാണല്. അപ്പോൾ ഗോജോയുടെ അൾട്ടിമേറ്റ് പോയിട്ട് അവനെ അടിക്കാതിരിക്കാൻ സുക്കുണ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവൻ ഗോജോയുടെ ബാക്കിൽ പോയിട്ട് അവൻ്റെ നിൽക്കും. അല്ല ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ അൾട്ടിമേറ്റ് പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഡാമേജ് ചെയ്യിക്കുമെന്ന് അവനറിയാം. അങ്ങനെ ബാക്കിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ സുക്കുണ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവൻ്റെ ഡൊമൈൻ്റെ കുറേ ചേഞ്ചസ് വരുത്തിയിട്ട് നേരെ ഗോജോ സെൻസയുടെ ഡൊമൈൻ അവൻ ബ്രേക്ക് ചെയ്യും. വീണ്ടും ഗോജോ സെൻസയുടെ ഡൊമൈൻ വീണ്ടും ബ്രേക്ക് ആയപ്പോൾ സുക്കുണ വീണ്ടും കയറി ഗോജോ സെൻസ നല്ല രീതിക്ക് പെരുമാറി നല്ല രീതിക്ക് ഇടിച്ച്. അപ്പോൾ ഗോജോ സെൻസ സുക്കുണയോട് പറഞ്ഞു, ഞാൻ ചെറുപ്പത്ത് പഠിച്ച ഒരു ടെക്നിക്കാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോണേ, ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ആ ടെക്നിക്കിൻ്റെ പേര് ഫോളിംഗ് ബ്ലോസം ഇമോഷൻ. ഈ ടെക്നിക്ക് അറിയാവുന്ന ആകെ 3 വലിയ ക്ലാനുകളേ ഉള്ളൂ. ഈ ടെക്നിക്ക് ഒരു സീക്രട്ട് കേഴ്സ് ആർട്ടാണ്. ബേസിക്കലി ഈ ടെക്നിക്ക് ഒരു ആൻറ്റി ഡൊമൈൻ ടൈപ്പ് ആണ്, ഒരു കേഴ്സ് എനർജി കൺട്രോൾ പ്രോഗ്രാം പോലത്തെ ഒരു സെറ്റപ്പ്. ഈ ടെക്നിക്ക് എന്നാ ചെയ്യണേന്ന് വെച്ചാൽ എന്ത് ഒബ്ജക്റ്റ് ഗോജോ സെൻസയുടെ അടുത്ത് വന്നാലും അത് റിപ്പയർ ചെയ്യും. ഇത് ചിലപ്പോൾ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കാം. കാരണം നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മുടെ സുക്കുണയുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മാർവലറ്റ് ഷൈൻ വേറെ എന്തൊക്കെ മൂവാ യൂസ് ചെയ്യാൻ പോണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ഗോജോ സെൻസയ്ക്ക് അധികം സമയമൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് അറ്റാക്ക് റിപ്പയർ ആവുകയാണെങ്കിൽ നമ്മുടെ ഗോജോ സെൻസയ്ക്ക് സമയം കിട്ടും ടു യൂസ് റിവേഴ്സ് കേഴ്സ് എനർജി ടു ഹീൽ ഹിംസെൽഫ്. അതാണ് ഏറ്റവും വലിയ പാട്ട്. അവന് കുറച്ചൊക്കെ അറ്റാക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവന് പെട്ടെന്ന് ഹീൽ ആവാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ ഗോജോ സെൻസ വീണ്ടും ഡൊമൈൻ എക്സ്പാൻഷൻ പഠിക്കും. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഗോജോ സെൻസ ഈ പ്രാവശ്യം സുക്കുണേക്കാളും വലിയ ഡൊമൈൻ എക്സ്പാൻഷൻ ആയിരിക്കും ചെയ്യാൻ പോണേ. പക്ഷേ നമ്മുടെ ഗോജോ സെൻസയുടെ ബുദ്ധി വേറെ എന്തോ ആണ് നടന്നുകൊണ്ടിരിക്കുക. അവൻ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ സൈസിൻ്റെ ഒരു ഡൊമൈൻ എക്സ്പാൻഷൻ ചെയ്തു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എത്ര ചെറുതാണോ അത്രയും സ്ട്രോങ് ആയിരിക്കും നമ്മുടെ ഡൊമൈൻ. ഡൊമൈൻ എത്ര ചെറുതായാലും വലുതായാലും ആ ഡൊമൈൻ്റെ അകത്ത് സ്പേസ് ഇഷ്ടം മാത്രമേ ഉണ്ടാവും. അപ്പോൾ സുക്കുനെ ഏകദേശം അവൻ്റെ സൈസിലുള്ള ഡൊമൈൻ ഉണ്ടാക്കിയിട്ട് 2 പേരും അതിൻ്റെ അകത്ത് ഫൈറ്റ് ചെയ്യും.
അപ്പോൾ നമ്മുടെ സുക്കുനാണെങ്കിൽ നല്ല സ്ലൈസ് അറ്റാക്സ് പഞ്ച് കൊണ്ട് നമ്മുടെ ഗോജോ സെൻസിയുടെ ഡൊമൈൻ ബ്രേക്ക് ചെയ്യും. എല്ലാവരും വിചാരിക്കും ഗോജോ സെൻസ് ഈ പ്രാവശ്യം നല്ല രീതിക്ക് ഇടി മേടിക്കുമെന്ന്. പക്ഷെ നമ്മൾ കാണുമ്പോൾ സുക്കുനയുടെ ഡൊമൈനും നേരെ ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കും. കാരണം ആ ഡൊമൈൻ എക്സ്പാൻഷൻ അവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഡൊമൈൻ കാസ്റ്റ് ചെയ്ത ആൾ നല്ല രീതിക്ക് നിൽക്കണം. പക്ഷെ അവൻ്റെ സുക്കുനയുടെ ചെസ്റ്റിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ സുക്കുനയ്ക്ക് അധികം റീകവർ ചെയ്യാൻ ടൈം കൊടുക്കാതെ തന്നെ ഗോജോ സെൻസ് നല്ല രീതിക്ക് പോയി ഇടിച്ച് അവനായിട്ട് നല്ല ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ചെയ്ത് നല്ല രീതിക്ക് വീക്കാക്കി. അപ്പോൾ ഈ രണ്ടുപേരുടെ ഡൊമൈൻ എക്സ്പാൻഷൻ ഡിസ്ട്രോയ് ആയി കഴിഞ്ഞ് രണ്ടുപേരും വീണ്ടും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിലേക്ക് വന്നത്. അപ്പോൾ രണ്ടുപേരും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ഗോജോ സെൻസ് ഇച്ചിരി വീണ്ടും ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഈ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോജോ സെൻസ് അവൻ്റെ മൈൻഡിലൊന്ന് ചിന്തിച്ചു, സുക്കുണ എന്താണ് നമ്മുടെ മെഗുമിയുടെ 10 ഷാഡോ ടെക്നിക്ക് യൂസ് ചെയ്യാത്തത്? അവൻ ആദ്യം മുതൽ മെഗുമിയുടെ ശരീരം നോക്കി വച്ചേക്കുമായിരുന്നു, കാരണം 10 ഷാഡോ ടെക്നിക്സിന് വേണ്ടിയാണ്. പിന്നെ എന്താണ് ഇതുവരെ യൂസ് ചെയ്യാത്തതെന്ന്. അപ്പോൾ അവന് ഡൗട്ട് അടിച്ചു, അവൻ എന്താണ് ഇതുവരെ മഹോരാഗനെ യൂസ് ചെയ്യാത്തത്? ഗോജോക്ക് ഓൾറെഡി അറിയാം മഹോരാഗയുടെ ശക്തി എന്താണെന്നൊക്കെ. അപ്പോൾ ഈ സീൻ കഴിയുമ്പോൾ തന്നെ വീണ്ടും രണ്ടുപേരും ഡൊമൈൻ എക്സ്പാൻഷൻ യൂസ് ചെയ്യും. അപ്പോൾ ഗോജോ സെൻസ് ഇവിടെ ഒരു സിമ്പിൾ പ്ലാൻ ഫോളോ ചെയ്തു. ഇപ്പോൾ എൻ്റെ ഡൊമൈൻ ഡിസ്ട്രോയ് ആവുകയാണെങ്കിൽ സുക്കുണയുടെ ഡൊമൈൻ ഞാൻ ഡിസ്ട്രോയ് ചെയ്യണം. അത് തന്നെ അവിടെ നടന്നും ചെയ്ത്. സുക്കുണ ഭയങ്കര വീക്കായിരുന്നു. ഗോജോ സെൻസ് അവനെ നല്ല രീതിക്ക് ഇടിച്ചോണ്ടിരിക്കുമായിരുന്നു. ഇടിച്ച് സുക്കുണയുടെ പകുതി മുഖം കളഞ്ഞു. എന്നിട്ട് രണ്ടുപേരും അവരുടെ റിവേഴ്സ് കഴ്സ് ടെക്നിക്ക് ഉപയോഗിച്ച് ഹീൽ ചെയ്യും അവരുടെ ബോഡി. എന്നിട്ട് വീണ്ടും ഡൊമൈൻ എക്സ്പാൻഷൻ വലിക്കും. അപ്പോൾ യൂട്ടോ ഒരു കാര്യം നോട്ടീസ് ചെയ്യും, ചിലപ്പോൾ ഗോജോ സെൻസ് ഈ പ്രാവശ്യം ഫാസ്റ്റ് ആയി 0.1 സെക്കൻഡ് ഗോജോ സെൻസ് ഫാസ്റ്റ് ആയിരുന്നു സുക്കുണേക്കാളും. കാരണം സുക്കുന വാസ് ഹീലിംഗ്. അവൻ റിവേഴ്സ് കഴ്സ് എനർജി യൂസ് ചെയ്ത് അവൻ്റെ ബോഡി ഹീൽ ചെയ്തുകൊണ്ട് ഗോജോ സെൻസ് ആദ്യം ഡൊമൈൻ എക്സ്പാൻഷൻ കോൾ ഔട്ട് ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും പറയും 0.1 സെക്കൻഡ് കൊണ്ട് എന്താവണേന്ന്. അപ്പം ഗായ്സ്, ഇത് സുക്കുണ വേഴ്സസ് ഗോജോ ആണ്. ഒരു ചെറിയ സെക്കൻഡ് മതി ഒരു ആൾക്ക് തകരാറുണ്ടാവാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായി. സുക്കുണയുടെ ഡൊമൈൻ എക്സ്പാൻഷൻ ഒറ്റയടിക്ക് ഗോജോ സെൻസെ എടുത്ത് പറപ്പിച്ച്. ആ സീൻ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചു ഇനി ഗോജോ സെൻസിനെ തോൽപ്പിക്കാൻ പറ്റൂല. അപ്പൊ ഗോജോ സെൻസ് അവനെ തീർക്കാനായിട്ട് ജസ്റ്റ് പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ സുക്കുന അവന്റെ ട്രം കാർഡ് എടുത്ത് കളിച്ചു, മഹോരാഗ. സുക്കുന ഫുൾ ഫോഴ്സ് എടുക്കും ഗോജോ സെൻസയുടെ അൾട്ടിമേറ്റ് വോയിഡ്. നല്ല രീതിക്ക് ഇമ്പാക്ട് ഏക്കും സുക്കുനയ്ക്ക്. അപ്പൊ ഈ മഹോരാഗ വന്നപ്പോൾ തന്നെ ഗോജോ സെൻസിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഗോജോ സെൻസ് സർപ്രൈസ് ആയിപ്പോയി, മൊത്തത്തിൽ ഷോക്ക് ആയിപ്പോയി. കാരണം ദ മഹോരാഗ വാസ് ഓൾറെഡി അഡാപ്റ്റഡ് ടു അൾട്ടിമേറ്റ് വോയിഡ് ആയിട്ട് ഓൾറെഡി അഡാപ്റ്റ് ആയിരുന്നു മഹോരാഗ. അതുകൊണ്ട് ഗോജോ സെൻസിക്ക് മഹോരാഗനെ ആദ്യം ഡീൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ സുക്കുനയ്ക്ക് നല്ല രീതിക്ക് സമയം കിട്ടി അവനെ സ്വന്തമായിട്ട് ഹീൽ ചെയ്യാനായിട്ട്. അപ്പൊ ഇതെല്ലാം കണ്ട് ഞാൻ തന്നെ മടുത്തു ഗൈസ്. അപ്പൊ കാരണം ഇത്രയും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഇത് നമ്മൾ ഇംഗ്ലീഷ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ് റീഡ് ചെയ്യാൻ, കാരണം നമുക്കത് ഏകദേശം കിട്ടും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു തരാൻ ഭയങ്കര പാടായിരുന്നു എനിക്ക്. അപ്പോൾ ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി ഗൈസ്. നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കത്തില്ല. കാരണം ഇപ്പോൾ വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.